ഹലോ ഫ്രണ്ട്സ്, വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. മോർച്ചറിയിലെ വാച്ച്മാൻ അനുവിനെ അത് ശാലിനിയുടെ ഡെഡ് ബോഡി ആണോ എന്ന് കാണിക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. അവരെ കണ്ട ഉടൻ തന്നെ എന്താണെന്നും മനസ്സിലാവാതെ വിഷ്ണു ആണെങ്കിൽ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അനുവിന് മനസ്സിലാകുന്നത് ആ മരിച്ചത് ശാലിനി അല്ലെന്ന്. ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒപ്പം വന്നവരോട് കമലൻ ചോദിക്കുന്നുണ്ട്, അതെ, ആ കടലിൽ ചാടി ചത്ത ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് ആ നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാലും എൻ്റെ പൊന്നുമോളെ, ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ അച്ഛനും അമ്മയും അലറി വിളിക്കുകയാണ് അവിടുന്ന്. ഇത് കണ്ട ഉടൻ തന്നെ കമലം പറയാണ്, ആശാനെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളെ ടെൻഷൻ അടിപ്പിക്കണമെന്നേ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചേട്ടത്തിയമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ. ചിലപ്പോൾ ഏട്ടത്തിയമ്മ ആശാനെയും തിരക്കി നിൽക്കുന്നുണ്ടാവും. ഉറപ്പാ ആശാനെ, ഏട്ടത്തിയമ്മക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സമയത്ത് അനു ആ ഡെഡ് ബോഡി തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ശാലിനി അല്ലാന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അനുവിനോട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, അനു, അത് അവള് തന്നെയാണോ? സാറേ, അത് ശാലിനി അല്ല എന്നറിയുമ്പോൾ വിഷ്ണു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷ്ണു എല്ലാവരെയും കൂട്ടി വീണ്ടും ശാലിനി അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. വിഷ്ണു, കമലനും രാമുവേട്ടനും എല്ലാവരും കൂടി ഓരോ ഭാഗത്തായി ശാലിനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അനു വിഷ്ണുവിനോട് പറയുന്നുണ്ട്, മേഡവുമായിട്ടുള്ള 2-3 സ്റ്റാഫുകളുണ്ട് ഇവിടെ, ഞാൻ അവരോടും കൂടി അന്വേഷിക്കട്ടെ. എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണേ. ശാലിനിയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സാറ് ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ കണ്ടുപിടിക്കും ശാലിനിയെ. നമ്മൾ ഏതായാലും റെയിൽവേ സ്റ്റേഷനിലും കൂടി അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഒന്ന് ഞങ്ങളെ അറിയിക്കണേ എന്നും പറഞ്ഞ് അനു എന്ത് ചെയ്യുന്നുണ്ട്, രാമുവേട്ടനെയും കൂട്ടി പോകുന്നുണ്ട്. കരഞ്ഞു തളർന്ന് നിൽക്കുന്ന വിഷ്ണുവിനോട് കമലം പറയുന്നുണ്ട്, ആശാൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആശാനെ, ഏട്ടത്തി അമ്മക്ക് ഒന്നും സംഭവിക്കില്ല ആശാനെ, ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് ഇരിക്കേ. നടിക്കുന്ന തിരമാലകൾ നോക്കി വിഷ്ണു എന്ത് ചെയ്യുന്നുണ്ട്, മെല്ലെ മെല്ലെ നടന്ന് നീങ്ങുകയാണ്. തിരമാലകളെ നോക്കി വിഷ്ണു പറയുന്നുണ്ട്, എന്തിനാടോ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഒരായുസ് മുഴുവൻ കരഞ്ഞു തീർക്കേണ്ട കണ്ണുനീരാ ഞാൻ ഈ കുറച്ച് സമയം കൊണ്ട് കരഞ്ഞു തീർത്തത്. എന്നെ ഇങ്ങനെ സങ്കടത്തിലായിത്തിക്കൊണ്ട് നീ എന്താ നേടിയത്? എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇങ്ങനെ പോയാ ഞാൻ ഒരു ഇല്ലാതാവും. നീ എവിടെയാടോ ഉള്ളത്? എവിടെയാണെങ്കിൽ നീ ജീവനോടെ ഉണ്ടെന്ന് വാർത്ത കേട്ടാൽ മതി എനിക്ക്. ശാലിനിയെ കാണാതെ ശാരദാമ്മ കിടന്ന് കരയുകയാണ്. ദൈവമേ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. എൻ്റെ ഈശ്വര, ഈ രാത്രി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ഞാൻ ഇനി എന്താ ചെയ്യുക? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ആകെ ഒരു സഹായത്തിന് ഇവിടെ വരുന്നത് വിഷ്ണുവാ. ആ വിഷ്ണുവിനെ കുറിച്ചും യാതൊരു അറിവുമില്ല. ഇനി വിഷ്ണു ശാലിനിയെ തിരക്കി നടക്കുകയാണോ? എന്താണെന്ന് അറിയില്ലല്ലേ ഈശ്വര. ഇനി ഞാൻ എന്ത് ചെയ്യും? ശാലിനിയെ എല്ലാവരും കൂടി കണ്ടെത്തുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.